ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സഭയിലേക്ക് വിളിപ്പിക്കണമെന്ന് പ്രതിപക്ഷ ആവശ്യത്തിൽ അസാധാരണ നീക്കവുമായി രാജ്യസഭാ അധ്യക്ഷൻ. പ്രതിപക്ഷത്തിന്റെ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് CP രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. ആഭ്യന്തരമന്ത്രിക്ക് സഭയിൽ വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചു. Disruption is a part of democracy, partial of democracy. You can raise any questions which are relevant to the proceedings. Here, when we are asking, they are escaping. That is not correct. No. That is not correct. Let him. I will ask him to respond. Why is the Prime Minister is not coming? Our minister. Why is the Prime Minister not coming? He is responding. Why they are not? He is responding to your He is question. always No, he is responding to your question. I have asked. the Congress party. They kept shouting their new members are not learning anything because the leadership is not giving them chance. He is unable to speak. I only made suggestion that he is neither on his seat nor on any rule, coming in the floor right in front of the chair and kept shouting slogans. But I'm sorry, the leader of the opposition did not quote any rule, did not mention any rule. He simply dictated the chair. But I request Khargeji, I request once again, let the House function. Now I request you to consider his request that he requested the Home Minister to come to the House. You represented to it. It is his will. But you, as a parliamentary affairs minister, you can echo the sentiments of the opposition to the HF. I have accepted whatever they have. Now I'm coming back to you. Now Tiwari. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാൻ. സുമോദ്, ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യം അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിഷേധം. ഈ പ്രതിഷേധത്തിനോട് വഴങ്ങുകയാണോ ഉപരാഷ്ട്രപതി ചെയ്തിരിക്കുന്നത്? നൗഫൽ, അസാധാരണമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. കാരണം പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ പറയുന്നത് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അവർ അറിയിച്ചിരിക്കുന്നത് അമിത്ഷാ സഭയിൽ വരണം, തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അമിത്ഷാ കഴിഞ്ഞ 3 ആഴ്ചയായി സഭയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. മാത്രമല്ല 11 മണിക്ക് സഭ പിരിഞ്ഞതിന് ശേഷം ചേംബറിലെത്തി CP രാധാകൃഷ്ണന് ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സഭ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ ഈ നിരന്തരമായ ആവശ്യം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അമിത്ഷായെ അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ CP രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. ഇത് BJP കേന്ദ്രങ്ങളിലടക്കം BJP MPമാരിലടക്കം വലിയ ഞെട്ടലാണ് ഉണ്ടായത്. സാധാരണ പ്രതിപക്ഷ ബഹളം ഉണ്ടാകുമ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള നടപടികളാണ് ചേർന്ന ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സഭയുടെ വികാരം അത് കൃത്യമായി അമിത്ഷായെ പ്രതിഫലിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങ് പാർലമെന്ററി കാര്യമന്ത്രി എന്ന തരത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാണ് CP രാധാകൃഷ്ണൻ കിരൺ റിജിജുവിനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വരണമെങ്കിൽ വരട്ടെ, പക്ഷേ പാർലമെന്ററി കാര്യമന്ത്രി എന്ന രീതിയിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം അറിയിക്കണമെന്ന് കൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇദ്ദേഹം ഉപരാഷ്ട്രപതിയുടെ കൂടി ഒരു ഇടപെടൽ ഉണ്ടായതോടുകൂടി അമിത്ഷാ ഇനി സഭയിൽ വരുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയെന്ന ചോദ്യം തുടർച്ചയായി പ്രതിപക്ഷം ഉയർത്തുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യമുയർത്തുന്നു. ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ഇക്കാര്യം പ്രതിപക്ഷത്തിന്റെ വികാരം ആഭ്യന്തരമന്ത്രി അറിയിക്കണമെന്നാണ് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.